ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നൊരു ഭാഗത്തെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് എടുക്കുന്നത്. ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് നമുക്ക് മനസ്സിലായി. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ് റെഫേഴ്സ് ടു പ്രാക്ടീസസ് ബൈ വിച്ച് ഓർഗനൈസേഷൻസ് ആർ കൺട്രോൾഡ്, ഡയറക്റ്റഡ് ആൻഡ് ഗവേൺഡ്. ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ഗവേൺ ചെയ്യുകയും ചെയ്യുന്ന പ്രാക്ടീസിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് പറയുന്നത്. ഏതൊരു ഓർഗനൈസേഷനെയും നിയന്ത്രിക്കപ്പെടുകയും അതിനെ നയിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഗവേൺ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഹൗ ടു മാനേജ് ഇറ്റ്, എങ്ങനെ അത് മാനേജ് ചെയ്യും എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ആശയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ to ensure the conditions whereby the organization's directors and managers act in the interest of the organization and its stakeholders, and to ensure the means by which managers are held accountable to investors for the use of the assets. അതായത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ഡയറക്ടേഴ്സും മാനേജേഴ്സും ഓർഗനൈസേഷൻ്റെ പൊതുവായ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആൻഡ് ആൾസോ അക്കൗണ്ടബിൾ ഫോർ ദ ഇൻവെസ്റ്റേഴ്സ് ടു യൂസ് ഓഫ് ദ അസറ്റ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ അസറ്റ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവരോട് ബാധ്യതയുള്ളവരാണെന്നും ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ടു എൻഷുർ ഫെയർ കോർപ്പറേറ്റ് ഗവേണൻസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് പുട്ട് എ പ്ലേസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക്. അതുകൊണ്ട് തന്നെ ഏതൊരു ഓർഗനൈസേഷൻ്റെയും നിലനിൽപ്പിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഓരോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും ഷെയർ ഹോൾഡേഴ്സും നിർബന്ധമായിട്ടും ചില കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിട്ടുണ്ടായിരിക്കണം. സോ all the board of directors and managers are hence responsible for or accountable for the investors for the use of the assets. അസറ്റ്സുകൾ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിനോട് നിർബന്ധമായിട്ടും അവർ ബാധ്യത ഉള്ളവരായിട്ട് മാറും. അതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ആശയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് എൻഷുറിങ് ഫെയർ കോർപ്പറേറ്റ് ഗവേണൻസ്, അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ആശയം ഉറപ്പുവരുത്താൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് പുട്ട് എ പ്ലേസ് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക്. ഒരു നിയമപരമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പീനൽ പ്രൊവിഷൻസ്, സെപ്പറേറ്റ് പീനൽ പ്രൊവിഷൻസ് കമ്പനീസ് ആക്ടിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ലീഗൽ ഫ്രെയിം വർക്ക് ഓർ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിം വർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ സുതാര്യമായ നടത്തിപ്പിന്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ടിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഓർ കമ്പനീസ് ആക്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലീഗൽ ഫ്രെയിം വർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ലീഗൽ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ചട്ടക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിം വർക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിം വർക്ക് എന്നുള്ള ആശയം വേണമെന്നുള്ള ഫസ്റ്റ് വന്നത് ഹർഷ മേത്ത കമ്മിറ്റി സ്കാമിന് ശേഷമാണ്. ഹർഷ മേത്ത കമ്മിറ്റി സ്കാം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു കറപ്ഷൻ ഉണ്ടായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഈ കോർപ്പറേറ്റ് സ്കാമുകളെയും അതുപോലെ തന്നെ സത്യം സ്കാം, ഇതുപോലുള്ള ചില ബിഗ്ഗസ്റ്റ് കോർപ്പറേറ്റ് സ്കാമുകൾ ഉണ്ടായതിനു ശേഷം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള വലിയ രീതിയിലുള്ള ഡെഫിഷ്യൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ആശയം. സോ സിൻസ് ദിസ് സ്കാം ദ നീഡ് ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ് ഹാസ് ഇൻക്രീസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. ഇത്തരത്തിലുള്ള സ്കാമുകളുടെ ഭാഗമായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ആശയത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് വർദ്ധിച്ചു. സോ ദ കാഡ്ബറി കമ്മിറ്റി ഡിഫൈൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആസ് ദ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. കമ്പനികളെ ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം നിർബന്ധമായിട്ടും വേണം. കമ്പനികളിൽ ഉണ്ടാകുന്ന അനധികൃതമായിട്ടുള്ള പണത്തിൻ്റെ ഒഴുക്ക്, അതായത് സുതാര്യമല്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തടയാൻ വേണ്ടി നിർബന്ധമായിട്ടും ഒരു മാനർ ഓഫ് ഡയറക്ഷൻ എന്നുള്ളത് അത്യാവശ്യമാണെന്ന് കാഡ്ബറി കമ്മിറ്റി ഡെവലപ്പ് ചെയ്തു. കാഡ്ബറി കമ്മിറ്റി ഡിറ്റർമിൻ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സിസ്റ്റം ബൈ വിച്ച് ദ കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്, കമ്പനികളെ ഡയറക്റ്റ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും ഒരു സിസ്റ്റം എന്നുള്ളത് ഡെവലപ്പ് ചെയ്തു. ഇതിനെയാണ് ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ദീസ് ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1992. 1992 ഈ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് എന്നുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആശയം ഡെവലപ്പ് ചെയ്തത്. അതായത്
സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ദ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ബൈ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഈസ് ഗവേൺഡ്, കൺട്രോൾഡ് ആൻഡ് ഡയറക്റ്റഡ്. ഒരു ഓർഗനൈസേഷനെ ഗവേൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമുക്ക് അതിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ആശയത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള കറപ്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഹർഷ മേത്ത സ്കാം, സത്യം സ്കാം, ഇതുപോലെ എൻറോൾ സ്കാം, ഇതുപോലുള്ള നിരവധി തരത്തിലുള്ള സ്കാമുകളുടെ ഭാഗമായിട്ട് കോർപ്പറേറ്റ് സെക്ടറിൽ ഉണ്ടാകുന്ന കറപ്ഷൻസ്, അഴിമതിയും തെറ്റായ നയങ്ങളെയും അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ആശയം ഡെവലപ്പ് ചെയ്യുകയും ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദീസ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഡെവലപ്ഡ് ഇൻ ഓർഡർ ടു കൺട്രോൾ ദ മാനർ ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് ഗവേണിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ ഗവേണിംഗ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടപ്പിലാക്കി. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ദ കൺസേൺ കമ്മിറ്റി ഫോർ ദ ബെനഫിറ്റ് ഓഫ് ദ കമ്പനീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ബെനഫിറ്റിന് വേണ്ടി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിർബന്ധമായിട്ടും പ്രവർത്തിക്കണം എന്നാണ് ഈ ആശയം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആശയം നടപ്പിലാക്കാൻ വേണ്ടി ഒരു ലീഗൽ ഫ്രെയിംവർക്ക്, നിരവധി തരത്തിലുള്ള ആക്റ്റുകളുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ലീഗൽ ഫ്രെയിംവർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക്, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിംവർക്ക് എന്നുള്ളത് ഈസ് ദ ഇൻ്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ദീസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ പ്രൈമറിലി കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ലെജിസ്ലേഷൻസ് ആൻഡ് റെഗുലേഷൻസ്. ഈ കോർപ്പറേറ്റ് ഗവേണൻസിൽ താഴെ പറയുന്ന ചില ലെജിസ്ലേഷൻസും നിയമപരമായ ചില ആക്ടുകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഗവേണൻസിലെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് 1956 കമ്പനീസ് ആക്ട്, 1956 വന്നിട്ടുള്ള കമ്പനീസ് ആക്ട്, 2013 കമ്പനീസ് ആക്ട്. ഈ കമ്പനീസ് ആക്ടിനെ തന്നെ വീണ്ടും മോഡിഫൈ ചെയ്തിട്ട് 2013 പുതിയ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്, 1956 വന്നിട്ടുള്ള സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992, 1992 സെബി ആക്ട് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്ററീസ് ആക്ട് 1996, 1996 ഡെപ്പോസിറ്ററീസ് ആക്ട്. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട എഗ്രിമെൻറ്റുകൾ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരാശയം. കൂടാതെ ICAI അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ICAI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSI എന്നുള്ള 2 സ്ഥാപനങ്ങളും. ഇതാണ് ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില ആക്ടുകളും അതുപോലെ തന്നെ ഓർഗനൈസേഷനുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കമ്പനീസ് ആക്ട് 1956. 1956 വന്നിട്ടുള്ള കമ്പനീസ് ആക്ട്. Companies in India, whether listed or unlisted, are governed by the Companies Act. The Act is administered by the Department of Companies Act (DCA). Act deals with rules and procedures regarding incorporation of a company, prospectus and allotment of ordinary and preference shares and debentures, management and administration of company, annual returns, frequency and conduct of shareholders meetings and proceedings, prevention of mismanagement, including powers of company law board tribunal, oppression of minority shareholders right and the power of investigation by the government. അതായത് ഇന്ത്യയിൽ കമ്പനീസ് ആക്ട് എന്നുള്ളൊരു ആക്ട് ഡെവലപ്പ് ചെയ്തത് 1956 ആദ്യമായിട്ട് കമ്പനികൾക്ക് വേണ്ടിയിട്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏകദേശം 9 വർഷം കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ, അതുവരെ ഇന്ത്യൻ കമ്പനികൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു. അതിനുശേഷം ഇന്ത്യ സ്വാതന്ത്ര്യമായ ശേഷമാണ് ഇന്ത്യക്ക് വേണ്ടി മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട് വേണം, കമ്പനികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആക്ട് വേണം എന്നൊരു ആശയം ഡെവലപ്പ് ചെയ്യും. പാർലമെൻറ്റിലെ 2 സഭകളിലും പാസ്സാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 1956 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എല്ലാ കമ്പനികളും വെദർ ലിസ്റ്റഡ് ഓർ അൺലിസ്റ്റഡ്, ലിസ്റ്റ് ചെയ്യപ്പെട്ടതോ അൺലിസ്റ്റ് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള എല്ലാ കമ്പനികളും ഈ ആക്ടിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ ആക്ടിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ടാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട് എന്നുള്ള ഒരു ഗ്രൂപ്പാണ് ഇതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണനിർവഹണം നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് ദ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. എങ്ങനെ ഒരു കമ്പനി നമുക്ക് ഫോം ചെയ്യാം, അതിൻ്റെ ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഓർഡിനറി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്,
അതായത് ഇക്വിറ്റി ഷെയറുകളുടെയും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറുകളുടെയും അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ടും ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്, എങ്ങനെയാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ പ്രോസ്പെക്ടസ് മീൻസ് പബ്ലിക് കമ്പനികൾക്ക് മാത്രം ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഔട്ട്സൈഡ് ഏജൻസികളെ കണ്ടെത്തുന്നതിന് വേണ്ടി കമ്പനി ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻവിറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസ്പെക്ടസ് പറയുന്നത്. പ്രോസ്പെക്ടസ് ഈസ് എൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രൈബിംഗ് ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയറുകളോ ഡിബഞ്ചറുകളോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനി പബ്ലിക്സിന് നൽകുന്ന ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ക്ഷണപത്രികയാണ് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഓഫ് ഓർഡിനറി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചറുകൾ, പ്രിഫറൻസ് ഷെയറുകൾ, ഓർഡിനറി ഷെയറുകളുടെ അലോട്ട്മെൻറ്റ്, പിന്നെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണനിർവഹണ സംവിധാനത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ആനുവൽ റിട്ടേൺസ്, കമ്പനിയുടെ ആനുവൽ റിട്ടേൺസ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്സും പ്രൊസീഡിങ്സും കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ടൈം ഇൻ്റർവെല്, അതുപോലെ തന്നെ അക്കൗണ്ട്സ് മെയിൻ്റനൻസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുക, മിസ്മാനേജ്മെൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ പ്രിവെൻഷൻ ചെയ്യുക, പിന്നെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ അവരുടെ റൈറ്റുകൾ ഒപ്രഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള അധികാരം പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്ന ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നുള്ളൊരു വിഭാഗമുണ്ട്. ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നേരിട്ട് നോട്ടീസ് നൽകിയതിന് ശേഷം പരിശോധിക്കാനുള്ള അവകാശം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ലോ ബോർഡ് എന്നുള്ള ഒരു സംഘടനയും കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തു. ഇത്രയാണ് കമ്പനീസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് 1956 കമ്പനീസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ഈ കമ്പനീസ് ആക്ട് എന്നുള്ളത് 2013 വീണ്ടും ഇതിനെ പുനരാവിഷ്കരിച്ചു. ഈ പുനരാവിഷ്കരിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അതായത് നിലവിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ അതിൻ്റെ സ്ട്രക്ചറുകളിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തി. അതെന്തെല്ലാമാണെന്ന് നോക്കാം. ന്യൂ കമ്പനീസ് ആക്ട് ഇൻട്രൊഡ്യൂസസ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ടു ദ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷനിൽ മാറ്റം വരുത്തി. നിലവിലുണ്ടായിരുന്ന ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിന് പുറമെ ഔട്ട്സൈഡ് ഏജൻസികളെയും നമുക്ക് പാർട്ട്ണർമാരെയും ഡയറക്ടർമാരായിട്ട് സെലക്ട് ചെയ്യാനുള്ളൊരു ക്ലോസ് അതിൽ വെച്ചു. അതുപോലെ തന്നെ എവറി കമ്പനി ഈസ് റിക്വയർഡ് ടു അപ്പോയിൻറ്റ് 1 റെസിഡൻറ്റ് ഡയറക്ടർ. എല്ലാ കമ്പനികളും നിർബന്ധമായിട്ടും ഒരു റെസിഡൻറ്റ് ഡയറക്ടറെ എങ്കിലും അപ്പോയിൻറ്റ് ചെയ്യണം. റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദ പേഴ്സൺ ഹൂ ഈസ് ദ നാറ്റീവ് പേഴ്സൺ അല്ലെങ്കിൽ സ്വന്തം കൺട്രിയിൽ ജീവിക്കുന്ന വ്യക്തി. അദ്ദേഹത്തെയാണ് നമ്മൾ റെസിഡൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരനായ ഒരു വ്യക്തി അതിൻ്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിയെങ്കിലും ഇന്ത്യക്കാരനായിരിക്കണം. ബാക്കിയുള്ളവർ വിദേശ രാജ്യത്തുള്ളവരോ മറ്റോ ആകാം, അതിന് വിരോധമില്ല. പക്ഷേ എന്താവണം, എല്ലാ കമ്പനികളും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏതൊരു കമ്പനിയിലും റെസിഡൻറ്റ് ഡയറക്ടർ എന്നുള്ള നിർബന്ധമായിട്ടും അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. ഇന്ത്യ എന്നില്ല, ഏത് രാജ്യമായിക്കോട്ടെ അവിടെ നിർബന്ധമായിട്ടും കമ്പനീസ് ആക്ട് പ്രകാരം ഒരു 1 റെസിഡൻറ്റ് ഡയറക്ടർ എന്നുള്ള നിർബന്ധമാണ്. പിന്നെ നോമിനി ഡയറക്ടേഴ്സ് ആർ നോ ലോങ്ങർ ബി ട്രീറ്റഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. നോമിനി ഡയറക്ടേഴ്സിനെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർമാരായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, സ്വതന്ത്ര അധികാരമുള്ള ഡയറക്ടർമാരായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ സ്വതന്ത്ര അധികാരം മുഴുവനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് റെസിഡൻറ്റ് ഡയറക്ടർക്കാണ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുള്ള അധികാരം എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സായിട്ട് മറ്റ് നോമിനി ഡയറക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റി, നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി, CSR കമ്മിറ്റി എക്സെട്ര ആർ ഫോംഡ്. കമ്പനീസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ അക്കൗണ്ട്സുകളും മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളും വെരിഫൈ ചെയ്യാൻ ആവശ്യമുള്ള ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിച്ചു. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും നോമിനേറ്റ് ചെയ്യുന്നതിനും അവരുടെ സാലറി അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സ്, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ തീരുമാനിക്കുന്നതിനാവശ്യമുള്ള നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി എന്നുള്ളൊരു കമ്മിറ്റി ഫോം ചെയ്തു. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി, കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന് പുറമെയുള്ള മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ള ഒരു കമ്മിറ്റി ഡെവലപ്പ് ചെയ്തു. അതുകൂടാതെ CSR കമ്മിറ്റി പറഞ്ഞാൽ നൗഡേയ്സ് കമ്പനീസ് ഹാസ് ടു മെയിൻറ്റെയിൻ സം സോർട്ട് ഓഫ് എമൗണ്ട് ഫോർ ദ സോഷ്യൽ ആക്ടിവിറ്റികൾക്ക് വേണ്ടി മൊത്തം ക്യാപിറ്റലിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് മൊത്തം പ്രോഫിറ്റിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് അവർ മാറ്റിവെക്കണം. അപ്പോൾ എത്ര പെർസെൻറ്റേജാണ് CSR ആക്കി മാറ്റിവെക്കേണ്ടതെന്ന് രേഖപ്പെടുത്താൻ ആവശ്യമുള്ള ഒരു CSR കമ്മിറ്റിയും ഇതിൻ്റെ ഭാഗമായിട്ട് രൂപീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ ഫസ്റ്റ് ടൈം ഡ്യൂട്ടികളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തതും കമ്പനീസ് ആക്ട് 2013.
ഇത്രയാണ് 2013 കമ്പനീസ് ആക്ടിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് എന്നുള്ളത് ഇന്ത്യയിലെ കമ്പനികളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആക്ടാണ്. 1956 ആദ്യമായിട്ട് ആക്ട് രൂപീകരിച്ചത്. പിന്നീട് 2013 ആക്ടിൽ ചേഞ്ചസ് വരുത്തി പുതിയ ചില അഡീഷണൽ ആയിട്ടുള്ള ക്ലോസുകളും കൂടെ അതിൽ ആഡ് ചെയ്തു. ആ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് സെക്യൂരിറ്റീസ് ആൻഡ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956. അതായത് 1956 സെക്യൂരിറ്റീസ് ആൻഡ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് കമ്പനികളുടെ ഗുഡ് ഗവേണൻസിന് വേണ്ടി ഡെവലപ്പ് ആക്കിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആക്റ്റാണ്. 1956 തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്. അപ്പോൾ 1956 രണ്ട് ആക്ട് വന്നിട്ടുണ്ട്. ഒന്ന് കമ്പനീസ് ആക്റ്റും പിന്നെ ഒന്ന് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്റ്റും. എന്താണ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് എന്ന് നോക്കാം. It covers all types of tradable government paper, shares, stocks, bonds, debentures and other forms of marketable securities issued by the companies. അതായത് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഷെയറുകൾ, സ്റ്റോക്ക്, ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ ഇതെല്ലാം ട്രേഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റികൾ നടപ്പിലാക്കുന്ന ഒരു ആക്റ്റാണ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. സോ ദ SCRA എന്ന് നമുക്ക് ചുരുക്കി പറയാം. സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് ഡിഫൈൻസ് ദ പാരാമീറ്റേഴ്സ് ഓഫ് കണ്ടക്ട് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആസ് വെൽ ആസ് ഇറ്റ്സ് പവേഴ്സ്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുക. അതായത് ലിസ്റ്റ് ചെയ്യപ്പെട്ട സെക്യൂരിറ്റികളുടെ മാത്രം വിൽപ്പനയും വാങ്ങലും നടപ്പിലാക്കുന്ന ഒരു അസോസിയേഷനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ളത്. പിന്നെ അതിൻ്റെ അസോസിയേറ്റഡ് ഗ്രൂപ്പ്സുകളുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ BSE എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE. പിന്നെ അതുപോലെ തന്നെ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ OTCEI എന്നുള്ള 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഈ 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും കണ്ടക്റ്റിനെ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റികളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അധികാരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ആക്ടിൻ്റെ പരിധിയിലാണ്. സോ എങ്ങനെയായിരിക്കണം ഷെയറുകൾക്ക് വരുത്തേണ്ട വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ഓഫ് ഷെയർ, വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ വേണ്ട മിനിമം വാല്യൂ, പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്കുകൾ കെപ്റ്റ് ചെയ്യുന്നതിൻ്റെ രീതി, ബോണ്ടുകൾക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡെവലപ്പ് ചെയ്തത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 1956 വന്നിട്ടുള്ള ഈ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ടിലാണ്. നെക്സ്റ്റ് അതിനുശേഷം വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആക്റ്റാണ് 1992 സെബി ആക്ട് എന്ന് പറയുന്നത്. സെബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ ഫുൾ ഫോം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് അത് പ്രവർത്തിക്കുന്നത്. മുംബൈയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ എന്നിങ്ങനെയുള്ള മെട്രോ നഗരങ്ങളിൽ അതിന് ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളത് സിറ്റുവേറ്റ് ചെയ്യുന്നത് മുംബൈ നഗരത്തിലാണ്. അപ്പോൾ സെബി എന്നുള്ളത് 1992 അതായത് 1989 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളെ നിയന്ത്രിക്കാൻ ആവശ്യമുള്ള ഒരു റെഗുലേറ്റർ. സെബി ഈസ് ആക്ട് ആസ് എ വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാച്ച് ഡോഗ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെബി എന്ന് പറയുന്നത്. വാച്ച് ഡോഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ, അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ടുള്ള LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻസ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ചില പ്രൈവറ്റ് ഏജൻസികളും കൂടെ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രാഥമിക സംഘടനയാണ് ഈ സെബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെബി എന്നുള്ളതിന് വേണമെന്നൊരു ആശയം ഡെവലപ്പ് ചെയ്ത് 1989 1989 സെബി എന്നുള്ളൊരു അസോസിയേഷൻ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളെ തടയാൻ, അതായത് ഇൻസൈഡർ ട്രേഡിംഗ് പോലെയുള്ള ആക്ടിവിറ്റികൾ. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ നേരിട്ട് ബന്ധമുള്ള ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഓഡിറ്റേഴ്സ്, ഇത്തരത്തിലുള്ള ആളുകൾ കമ്പനിയുടെ വിലപ്പെട്ട ഇൻഫർമേഷൻ, വാല്യുബിൾ ഇൻഫർമേഷൻസ് മറ്റ് കമ്പനികൾക്ക്, വിദേശ കമ്പനികൾക്ക്, അതായത് രൂപയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൈമാറ്റം ചെയ്യുക. അതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ വഞ്ചിക്കുന്ന ഒരു പ്രവണതയാണ്. ഇതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ്, ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സാമ്പത്തികപരമായിട്ടുള്ള തട്ടിപ്പുകൾ ഉണ്ടാകുന്നതിനെ തടയുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെബി എന്നുള്ള അസോസിയേഷൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ മാനേജേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ ഓഡിറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ തടയുക. ഇപ്പോൾ കമ്പനിയുമായി നേരിട്ട് അടുത്ത് ബന്ധമുള്ളവരാണ് അവർ. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ മാറ്ററിനെ കുറിച്ച് പൂർണ്ണമായ അറിവ് അവർക്കുണ്ടാവും. കൂടുതൽ ലാഭത്തിന് വേണ്ടിയിട്ട് മറ്റ് കമ്പനികൾക്ക് ഇത് ഇൻസൈഡർ ഇൻഫർമേഷൻസ്, അതായത് രഹസ്യ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന
ഒരു പ്രവണത, അതിനെ തടയുക എന്നുള്ളത് ഇതൊരു ക്രിമിനൽ ആക്ട് തന്നെയാണ്. അതിനെ തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് അസോസിയേഷനാണ് സെബി എന്നുള്ളത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സെബി ഈസ് ടു പ്രൊട്ടക്ട് ദ ഇൻവെസ്റ്റേഴ്സ് സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്ററുടെ സെക്യൂരിറ്റികളെ മാക്സിമം സംരക്ഷണം നൽകുക. അതുപോലെ തന്നെ ആൻഡ് ടു അവോയ്ഡ് ദ ഇൻസൈഡർ ട്രേഡിങ്ങിനെ അവോയ്ഡ് ചെയ്യുകയും പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് സെബിയുടെ ഒരു ലക്ഷ്യമാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഡെപ്പോസിറ്ററീസ് ആക്ട് 1996. 1996 വന്നിട്ടുള്ള ഡെപ്പോസിറ്ററീസ് ആക്ട്. ഡെപ്പോസിറ്ററീസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് എസ്റ്റാബ്ലിഷ്ഡ് ഷെയർ ആൻഡ് സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററീസ് ആൻഡ് ക്രിയേറ്റഡ് ദ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. Nowadays we can know that every securities are formed into dematerialization. Paper-wise securities are converted into ഇലക്ട്രോണിക് ഫോം. ഇപ്പോൾ നമുക്കതിനറിയാം, എല്ലാ മേഖലകളും ഓൺലൈൻ വൽക്കരണത്തിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റികളെല്ലാം പണ്ട് കാലത്തെ പേപ്പർ വൈസിലായിട്ടുണ്ടായിരുന്ന സെക്യൂരിറ്റികളെല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റുകൾ പണ്ട് പേപ്പർ രൂപത്തിലായിരുന്നെങ്കിൽ ഇപ്പം ഇന്ന് ഇലക്ട്രോണിക് രൂപത്തിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ മെയിലിൽ സേവ് ചെയ്യുന്ന രീതിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം ആവുന്ന സമയത്ത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും. അതായത് മറ്റു തരത്തിലുള്ള ഡാമേജസ്, ഒരു പേപ്പറിന് ഉണ്ടാകുന്ന രീതിയിലുള്ള ഡാമേജസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഡെപ്പോസിറ്ററീസ് ആക്ടിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്ററുടെ സെക്യൂരിറ്റികളെല്ലാം ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ആക്ടാണ് ഡെപ്പോസിറ്ററീസ് ആക്ട് എന്നുള്ളത്. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റുകൾ, ഡോക്യുമെൻസുകൾ, അതുപോലെ തന്നെ ബില്ലുകൾ, ഇതിനെയൊക്കെ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്ക് മാറ്റുകയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളെല്ലാം നമ്മൾ പേപ്പർ വൈസ് രൂപത്തിലുണ്ടായിരുന്നതിനെ മാറ്റിയിട്ട്, ഇപ്പോൾ സെബി തുടങ്ങിയ സമയത്ത് പേപ്പർ വൈസ് രൂപമായിരുന്നു. പക്ഷേ ഇന്നെന്തായത്? ഇന്നത് ഓൺലൈൻ രംഗത്തേക്ക് മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സെക്യൂരിറ്റികളുടെ എല്ലാം പേപ്പർ വൈസ് ഫോമുകളെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു പ്രവണതയാണ് ഡീമെറ്റീരിയലൈസേഷൻ. അങ്ങനെയാവുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സിന് മാക്സിമം ബെനഫിറ്റ് അതിൽ നിന്നും, അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കാനും കഴിയുമെന്നുള്ളത്. പേപ്പർ ആവുന്ന സമയത്ത് കോസ്റ്റ് കൂടും, ഇതാവുന്ന സമയത്ത് കോസ്റ്റിനെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. സോ ദ എസ്റ്റാബ്ലിഷ്ഡ് ഷെയർ ആൻഡ് സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററീസ് ആൻഡ് ക്രിയേറ്റഡ് ദ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റികളുടെ ഡീമെറ്റീരിയലൈസേഷന് വേണ്ടിയിട്ട് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമായിട്ട് എഗ്രിമെൻറ്റുകളിൽ ലിസ്റ്റ് ചെയ്യുക. ദീസ് ഡിഫൈൻ ദ റൂൾസ്, പ്രോസസ്സസ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് ദാറ്റ് കമ്പനീസ് മസ്റ്റ് ഫോളോ ടു റിമെയിൻ ആസ് ലിസ്റ്റഡ് എൻറ്റിറ്റീസ്. എ കീ എലമെൻറ്റ് ഓഫ് ദിസ് ഈസ് ടു ക്ലോസ് 49, വിച്ച് സ്റ്റേറ്റ്സ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് that listed companies must follow. It is for all those companies whose shares are listed on stock exchange. All companies are required to file the listing agreement of the stock exchange where its shares are listed. ഇപ്പോൾ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? റൂൾസ്, പ്രോസസ്സസ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് ഓഫ് ദ കമ്പനീസ്. കമ്പനിയുടെ നിയമങ്ങൾ, അതുപോലെ തന്നെ കമ്പനി പ്രവർത്തിക്കുന്ന പ്രോസസ്സുകൾ, അതിൻ്റെ ഡിസ്ക്ലോഷർ, കമ്പനി എന്തെല്ലാം കാര്യങ്ങൾ ഔട്ട്സൈഡേഴ്സുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിൽ വെളിപ്പെടുത്തണം. ആൻഡ് ടു മസ്റ്റ് ഫോളോ ടു റിമെയിൻ ആസ് ലിസ്റ്റഡ് എൻറ്റിറ്റീസ്. എ കീ എലമെൻറ്റ് ഓഫ് ദിസ് ഈസ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ് 49 എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ്. വിച്ച് സ്റ്റേറ്റ്സ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് ദാറ്റ് ലിസ്റ്റഡ് കമ്പനീസ് മസ്റ്റ് ഫോളോ. ലിസ്റ്റഡ് കമ്പനികൾ ഫോളോ ചെയ്യേണ്ട കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസുകളെ കുറിച്ചിട്ടാണ് ഈ ക്ലോസ് 49 എന്നുള്ളതിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫോർ ആൾ ദോസ് കമ്പനീസ് ഹൂസ് ഷെയർസ് ആർ ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള എല്ലാ കമ്പനികളും നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലോസ് 49 എന്നുള്ള ഒരു ക്ലോസ് നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. സോ ആൾ ദ കമ്പനീസ് ആർ റിക്വയർഡ് ടു ഫയൽ ദ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേർ ഇറ്റ്സ് ഷെയർസ് ആർ ലിസ്റ്റഡ്. എവിടെയാണോ അതിൻ്റെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിർബന്ധമായിട്ടും ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റുകൾ ഫയൽ ചെയ്യണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന തെളിവിന് വേണ്ടിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണിത്. ക്ലോസ് 49 അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ്, ICAI അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ. ICAI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ആൻ ഓട്ടോണമസ് ബോഡി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് ICAIയുടെ ഫുൾ ഫോം. അതൊരു സ്വയംഭരണ സംവിധാനമുള്ള ഒരു സംവിധാനമാണ്, ഒരു അസോസിയേഷനാണ്. വിച്ച് ഇഷ്യൂസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡിംഗ് ഗൈഡ് ലൈൻസ് ഫോർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യുന്നതിനുള്ള
മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് ICAI എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അറ്റ് 1949. 1949 ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ അസോസിയേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ അസോസിയേറ്റഡ് ബോഡിയാണ് ICAI എന്ന് പറയുന്നത്. ഇറ്റ് ഇഷ്യൂസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ആവശ്യമുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. These accounting standards are providing so that good corporate governance can be ensured in a company. ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അക്കൗണ്ടിങ് മേഖലയിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖലകളിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോസസ്സിങ്ങിൽ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുർ ചെയ്യാൻ കമ്പനികൾക്ക് സാധിക്കും. സോ എവരി കമ്പനി മസ്റ്റ് ഫോളോ ദീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആസ് പെർ ദ കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് എല്ലാ കമ്പനികളും നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യണം എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ ഡിസ്ക്ലോഷറാണ് അതിൽ പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് ICSI സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ്. ICSI എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറികളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ICSI എന്ന് പറയുന്നത്. കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ള അതായത് 10 പ്രൊഫഷണൽ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറീസ്. ഹൈ ഡിമാൻഡുള്ളൊരു കോഴ്സാണ്. അപ്പോൾ കമ്പനി സെക്രട്ടറി അതുപോലെ LLB ഇതുപോലുള്ള വിഭാഗത്തിൽപ്പെടുന്ന കോഴ്സാണത്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇതൊക്കെ ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ 10 പ്രധാനപ്പെട്ട ഹൈ ഡിമാൻഡഡ് കോഴ്സിൽപ്പെട്ട ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി. അപ്പോൾ കമ്പനി സെക്രട്ടറി കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള യുവാക്കളിൽ നിന്നും അപേക്ഷകളിൽ നിന്നും ക്ഷണിച്ചിട്ട് അവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് സെക്രട്ടറി കമ്പനി സെക്രട്ടറി പൊസിഷനിലേക്ക് വ്യക്തികളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് കമ്പനി സെക്രട്ടറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ICSI ഈസ് ആൻ ഓട്ടോണമസ് ബോഡി വിച്ച് ഇഷ്യൂസ് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ടേംസ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ന്യൂ കമ്പനീസ് ആക്ട്. ന്യൂ കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് പ്രകാരം സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഒരു സെക്രട്ടറിക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവർ പാലിക്കപ്പെടേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റി എന്നിവയെല്ലാമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. സോ ഫാർ ICSI സെക്രട്ടറിയാണ് ഒരു കമ്പനിയിൽ മീറ്റിംഗ് ഡിസിഷൻസ് രേഖപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഒരു സെക്രട്ടറിക്കാണ്. മിനിറ്റ്സ് ബുക്കുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ വർഷത്തിലുണ്ടാവുന്ന ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആയിക്കോട്ടെ, ഇൻ്റർവെൽ ടൈമിലുണ്ടാവുന്ന ഇൻ്ററിം മീറ്റിംഗ്സുകൾ, ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ ചില സന്ദർഭത്തിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് മീറ്റിംഗ് കൂടേണ്ടി വരും. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികളിലൊക്കെ ഇൻ്ററിം മീറ്റിംഗ്സ് കൂടാറുണ്ട്. അപ്പോൾ ഇൻ്ററിം മീറ്റിംഗ്സ് ഒക്കെ കൂടുന്ന സമയത്ത് സെക്രട്ടറി നിർബന്ധമായിട്ടും അതിൻ്റെ ആധികാരികമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള അറ്റൻഡൻസ്, അതുപോലത്തെയുള്ള മീറ്റിങ്ങിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മിനിറ്റ് ബുക്സിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു റൂളുണ്ട്. സോ ICSIയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കണ്ടക്ടിങ് മീറ്റിംഗ്സ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ജനറൽ മീറ്റിംഗ്. സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ഇറ്റ് ഈസ് എ ബോഡി ടു റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് ദ പ്രൊഫഷൻ ഓഫ് കമ്പനി സെക്രട്ടറീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറീസ് പ്രൊഫഷനെ ഡെവലപ്പ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബോഡിയാണിത്. ഇറ്റ് ഇഷ്യൂസ് കമ്പനീസ് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. 2013 കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് പ്രകാരം സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു അസോസിയേഷൻ കൂടിയാണ് ICSI എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലീഗൽ ഫ്രെയിംവർക്ക്, കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ചട്ടക്കൂടുകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ചട്ടക്കൂട്, ലീഗൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകളെക്കുറിച്ച്, കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായിട്ടുള്ള ചില ആക്ടുകൾ, അതുപോലെ തന്നെയുള്ള അസോസിയേഷൻസ് എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് കമ്പനീസ് ആക്ട് 1956, 1956 വന്നിട്ടുള്ള കമ്പനീസ് ആക്ട്. പിന്നീട് അതിനെ വീണ്ടും പുനരാവിഷ്കരിച്ച് 2013 വീണ്ടും ഒരു ന്യൂ കമ്പനീസ് ആക്ട് എന്നുള്ളത് ഫോം ചെയ്തു. ഈ ന്യൂ കമ്പനീസ് ആക്ട് ഫോം ചെയ്യുന്ന സമയത്ത് സം സോർട്ട് ഓഫ് അഡീഷണാലിറ്റീസ് ആർ പ്രൊവൈഡഡ് ഇൻ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ തന്നെ ചില അഡീഷണലാലിറ്റീസും കൂടി പ്രൊവൈഡ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് റെസിഡൻസ് ഡയറക്ടറെയും അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ നെക്സ്റ്റ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1956. 1956 വന്നിട്ടുള്ള സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട്. പിന്നെ സെബി ആക്ട് 1992. 1992 സെബി ആക്ട്. ഡെപ്പോസിറ്ററീസ് ആക്ട് 1996, 1996 ഡെപ്പോസിറ്ററീസ് ആക്ട്. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ICAIയുടെ അക്കൗണ്ടിങ് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ICSI. ഇത്രയാണ് പ്രധാനപ്പെട്ടുള്ള
ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സെബിയെ കുറിച്ചിട്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. സെബി എന്താണെന്നും സെബിയുടെ പ്രൊവിഷൻസ് അതുപോലെ തന്നെ സെബി നടപ്പിലാക്കിയിട്ടുള്ള ചില റെഗുലേഷൻസ്, അതുപോലെ തന്നെ ക്ലോസ് 49 എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലോസ് 49 പറയുന്ന പ്രധാനപ്പെട്ട റെഗുലേഷൻസിനെ കുറിച്ചിട്ടും അതുപോലെ സെക്രട്ടേറിയൽ ഓഡിറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഭാഗത്തിൻ്റെ വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.